പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ AEWൻ്റെ വേൾഡ്സ് എൻഡ് 2023 എന്ന സ്പെഷ്യൽ ഇവൻറ്റിനെ സംബന്ധിച്ചുള്ള ചെറിയ അപ്ഡേറ്റ്സുകളാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ആദ്യമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് കോണ്ടിനെൻ്റൽ ക്ലാസിക് ഫൈനൽ മത്സരം വേൾഡ്സ് എൻഡ് എന്ന് പറയുന്ന പേപ്പർ വ്യൂവിൽ നമുക്ക് കാണാൻ സാധിച്ചു. എഡ്ഡി കിങ്സ്റ്റണും ജോൺ മോക്സ്ലിയുമാണ് ഈ ഒരു ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടിയത്. മത്സരം ഒരു ഗംഭീര മത്സരം എന്നൊന്നും പറയാൻ സാധിക്കില്ല, പക്ഷേ ഒരു ഹാർഡ് ഹിറ്റിംഗ് മത്സരമായിരുന്നു. ഏവറേജിന് മുകളിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മത്സരമായിരുന്നു. എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. രണ്ട് റെസ്ലേഴ്സും കൂടുതലും റെസ്ലിങ്ങിനാണ് പ്രാധാന്യം കൊടുത്തത്. കൂടുതലും സ്ലാപ്പ്, അതുപോലെ തന്നെ പഞ്ച്, അങ്ങനെ ചോപ്പ്, അങ്ങനെയുള്ള മൂവ്സാണ് മത്സരത്തിൽ കൂടുതലും ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചത്. മത്സരത്തിൻ്റെ ഒരു എൻഡിങ് നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു സമയത്തല്ല കാണാൻ സാധിച്ചത്. പെട്ടെന്ന് ജോൺ മോക്സ്ലിയെ പിൻഫോളിലൂടെ എഡ്ഡി കിങ്സ്റ്റൺ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു നിമിഷം ഷോക്കിംഗ് ആയിരുന്നു. എഡ്ഡി കിങ്സ്റ്റൺ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ മൂവാണ് ചെയ്തത് എന്നുണ്ടെങ്കിലും അവിടെ കിക്ക് ഔട്ട് ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ജോൺ മോക്സ്ലി പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എഡ്ഡി കിങ്സ്റ്റൺ ഈ ഒരു ഫൈനലിൽ വിജയിക്കുന്നതോടുകൂടി AEWൻ്റെ കോണ്ടിനെൻ്റൽ ക്രൗൺ ചാമ്പ്യൻ ആകുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ റിംഗ് ഓഫ് ഓണറിൻ്റെ വേൾഡ് ചാമ്പ്യൻ, അതുപോലെ തന്നെ ന്യൂ ജപ്പാൻ്റെ ഓപ്പൺ വെയ്റ്റ് ചാമ്പ്യൻ തുടങ്ങിയ ചാമ്പ്യൻഷിപ്പുകൾ അടക്കം 3 ചാമ്പ്യൻഷിപ്പുകൾ എഡ്ഡി കിങ്സ്റ്റൻ്റെ കൈവശമാണ് ഇനി ഉള്ളത്. എന്തായാലും വേൾഡ്സ് എൻഡ് എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യൽ ഇവൻറ്റിലൂടെ പുതിയൊരു ചാമ്പ്യൻഷിപ്പ് AEW കൊണ്ടുവന്നിരിക്കുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റായി പങ്കുവെക്കാനുള്ളത് TNT ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചാണ്. ഇതൊരു നോ DQ മത്സരമായിരുന്നു. മാച്ച് തുടങ്ങാൻ വേണ്ടി റിംഗിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ക്രിസ്റ്റ്യൻ കേജും എഡ്ജും തമ്മിലുള്ള ആ ഒരു മാച്ച് ആരംഭിക്കുന്നുണ്ട്. തുടക്കത്തിലെ തന്നെ എൻട്രൻസ് സ്റ്റേജിൽ വെച്ച് ആരംഭിച്ച ഫൈറ്റ് പിന്നീട് ക്രൗഡിൻ്റെ ഇടയിലേക്കൊക്കെ പോയി. മത്സരത്തിൻ്റെ ഏകദേശം മധ്യഭാഗം വരെ എഡ്ജ് തന്നെയാണ് മത്സരം കൺട്രോൾ ചെയ്തത്. കൂടാതെ ക്രിസ്റ്റ്യൻ കേജിൻ്റെ കൂടെ വന്ന നിക് വെയ്ൻ തന്നെയാണ് ക്രിസ്റ്റ്യൻ കേജിനെ കൂടുതലും മത്സരത്തിൽ സഹായിച്ചിട്ടുള്ളത്. നിക് വെയ്ൻ്റെ സഹായം മൂലമാണ് ക്രിസ്റ്റ്യൻ കേജിന് മത്സരത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നത്. ലാഡർ, ചെയർ, കെൻഡോ സ്റ്റിക്ക് എല്ലാം ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അവസാനമാണ് ടേബിൾ എടുക്കുന്നത്. ആദ്യം ഒരു ടേബിളിലേക്ക് ക്രിസ്റ്റ്യൻ കേജിനെ റിങ്ങിൽ വെച്ച് എഡ്ജ് സ്പിയർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ടേബിൾ കത്തിച്ചുകൊണ്ട് അതിലേക്ക് ക്രിസ്റ്റ്യൻ കേജ് എഡ്ജിനെ എങ്ങനെയെങ്കിലും അടിച്ചിടാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് എഡ്ജാണെങ്കിൽ അഥവാ ഏദം കോപ്ലാൻഡ് ആണെങ്കിൽ നിക് വെയ്നെ എടുത്ത് പവർ ബോംബ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഒരു ടേബിൾ ബ്രേക്ക് ആവുന്നതൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. എന്തായാലും അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് തിരികെ ക്രിസ്റ്റ്യൻ കേജിനെ ഏദം കോപ്ലാൻഡ് അഥവാ എഡ്ജ് റിങ്ങിലേക്ക് ഇടുന്നതും അവിടെ നിന്ന് ക്രിസ്റ്റ്യൻ്റെ ഫിനിഷർ ഉപയോഗിച്ച് എഡ്ജ് ക്രിസ്റ്റ്യനെ പരാജയപ്പെടുത്തുന്നതും. അങ്ങനെ പുതിയ TNT ചാമ്പ്യനായി എഡ്ജ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയത്താണ് ഈ ഒരു വേൾഡ്സ് എൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഷോയുടെ തുടക്കത്തിലെ മത്സരത്തിൽ ഒരു ബാറ്റിൽ റോയലിൽ വിജയിച്ച് നമ്പർ 1 കണ്ടൻഡറായ TNT ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി സ്വന്തമാക്കിയ കിൽ ഷോട്ട് എന്ന് അറിയപ്പെടുന്ന ലൂച്ചാസോറസ് എന്ന റെസ്ലർ വന്ന് എഡ്ജിനെ ആക്രമിക്കുന്നത്. എഡ്ജിനെ ബ്രൂട്ടലായി ആക്രമിക്കുന്നു. പിന്നീട് കിൽ ഷോട്ട്, ആ ഒരു ടൈറ്റിൽ ഷോട്ട് ഇപ്പോൾ തന്നെ എഡ്ജിനെതിരെ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളത് തോന്നിപ്പിച്ച ആ ഒരു സമയത്ത് ക്രിസ്റ്റ്യൻ റിങ്ങിലേക്ക് കയറി വരുന്നു. ആ ഒരു നമ്പർ 1 കണ്ടൻഡറിൻ്റെ ആ ഒരു ടൈറ്റിൽ ഷോട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കിൽ ഷോട്ടിൻ്റെ കയ്യിൽ നിന്ന് ക്രിസ്റ്റ്യൻ വാങ്ങുന്നു. ക്രിസ്റ്റ്യൻ പിന്നീട് ഒരു ഫിനിഷറും ഇട്ടുകൊണ്ട് എഡ്ജിനെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ക്രിസ്റ്റ്യൻ പിന്നെയും TNT ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എഡ്ജ് വിജയിച്ചു, എഡ്ജ് പരാജയപ്പെട്ടു. അങ്ങനെയുള്ള ഒരു എൻഡിങ് ആണ് ഈ ഒരു TNT ടൈറ്റിലിൻ്റെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരം അതിഗംഭീരമായിരുന്നു, വളരെ എൻ്റർടൈനിങ് ആയിരുന്നു. മത്സരം എന്ത് തന്നെയായാലും കണ്ടിരിക്കേണ്ട ഒരു മത്സരം തന്നെയാണ്. എന്തായാലും ഒരു മികച്ച ഒരു സ്റ്റോറി ലൈൻ തന്നെ ഈ ഒരു മത്സരത്തിൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഏദം കോപ്ലാൻഡ് അഥവാ എഡ്ജ് ഒരു ടൈറ്റിൽ വിജയിച്ച് അദ്ദേഹം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് കുറച്ച് വിഷമമുള്ള ഒരു കാര്യമാണ്. എന്താണ് ഇതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ സാധിച്ചേക്കാം. അവസാനത്തെ അപ്ഡേറ്റായി പങ്കുവെക്കാനുള്ളത് മെയിൻ ഇവൻറ്റിലെ AEW വേൾഡ് ടൈറ്റിൽ മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ ചാമ്പ്യനായ MJFും സമോവ ജോയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ടായിരുന്നു. MJFനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഏദം കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഏദം കോൾ എന്ന് പറയുമ്പോൾ ഏദം കോളിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഡൈനാമിറ്റ് വീക്കിലി എഡിഷനിൽ സമോവ ജോയെ MJF പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്തത്. അതിന് സമാനമായ രീതിയിലാണോ നടക്കാൻ പോകുന്നത് എന്നുള്ളത് സമോവ ജോയുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സംശയം സമോവ ജോയുടെ മുഖത്ത് ഉണ്ടായിരുന്നു. എന്നാൽ മത്സരത്തിൽ ഏദം കോളിൻ്റെ ഒരു സഹായമൊന്നും അങ്ങനെ MJFന് കിട്ടിയെന്ന് പറയാൻ സാധിക്കില്ല. MJFൻ്റെ കൈക്ക് തന്നെയാണ് കൂടുതലും ശ്രദ്ധ സമോവ ജോ കൊടുത്തിട്ടുള്ളത്. MJF ഓൾറെഡി ഇഞ്ചേർഡ് ആയിട്ടുള്ള ഒരു റെസ്ലറാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ക്വാഷ് മത്സരം പ്രതീക്ഷിച്ച് ഇരുന്നിരുന്ന സമയത്ത് മത്സരം 10 മിനിറ്റിന് മുകളിലേക്ക് പോയി. MJFൻ്റെ തിരിച്ചുവരവൊക്കെ നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിച്ചിരുന്നു. അങ്ങനെ MJFോ സമോവ ജോയോ ആര് വിജയിക്കുമെന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് സമോവ ജോയുടെ ആ ഒരു സബ്മിഷൻ MJFനെതിരെ ഇടുന്നത്. ആ ഒരു സബ്മിഷൻ ഇട്ട് റഫറി കൈ
പൊക്കി ഒരു തവണ നോക്കി, രണ്ടാമത്തെ തവണ നോക്കി, മൂന്നാമത്തെ തവണ നോക്കുന്ന സമയത്ത് റഫറിക്ക് പോലും സംശയമായി MJF അവിടെ യഥാർത്ഥത്തിൽ കൈ പൊക്കി ഇങ്ങനെ ബലത്തിൽ പിടിച്ചിട്ടുണ്ടോ അതോ അദ്ദേഹം ടാപ്പ് ഔട്ട് ചെയ്തോ എന്നുള്ളത്. അതായത് ടാപ്പ് ഔട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അൺകോൺഷ്യസ് ആയിക്കൊണ്ട് അദ്ദേഹം ആ ഒരു മത്സരം സബ്മിറ്റ് ചെയ്തോ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംശയം ഉണ്ടാക്കി റഫറി ഒന്ന് പകച്ചു നിന്ന് പെട്ടെന്ന് തന്നെ റഫറി ബെല്ലടിക്കാൻ പറഞ്ഞു. MJF നോക്കൗട്ട് ആയിരിക്കുന്നു, അല്ലെങ്കിൽ MJFന് ഇനി മത്സരിക്കാൻ സാധിക്കില്ല. അങ്ങനെ സമോവ ജോയെ പുതിയ വേൾഡ് ചാമ്പ്യനായി അവർ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ സമോവ ജോ പുതിയ വേൾഡ് ചാമ്പ്യൻ ആകുന്നു. MJF പരാജയപ്പെട്ട ആ ഒരു സങ്കടത്തിൽ, അതുപോലെ തന്നെ ഏദം കോളിനും വലിയൊരു സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും റിങ്ങിലേക്ക് നിൽക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ഡെവിലിൻ്റെ മാസ്ക് ഇട്ട ആളുകൾ റിങ്ങിലേക്ക് കയറി വരുന്നുണ്ട്. ഡെവിലിൻ്റെ മാസ്ക് ഇട്ട ആളുകൾ റിങ്ങിലേക്ക് കയറി വന്ന് ഏദം കോളിനെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. MJFനെ ചെയർ കൊണ്ട് അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് MJF പറയുന്നുണ്ട്, ഏദം കോളിനെ അടിക്കരുത്, എന്നെ അടിക്കൂ എന്നുള്ളത്. ഏദം കോൾ പറയുന്നു, എന്നെ അടിക്കാൻ എന്ന് പറയുന്നു. പെട്ടെന്ന് സ്ക്രീൻ ബ്ലാക്ക് ആകുന്നു. പിന്നീട് സ്ക്രീൻ വന്ന സമയത്ത് ആ ഒരു ചെയറിൽ ഏദം കോൾ ഇരിക്കുന്നു. അപ്പോൾ ദി ഡെവിൾ എന്ന് പറയുന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ ദി മാസ്ക്ഡ് മാൻ, ദി ഡെവിൾ എന്ന് പറയുന്ന ആ ഒരു ലീഡർ ഏദം കോൾ ആണെന്നുള്ളത് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഷോക്കിങ്ങിലാണ് നിൽക്കുന്നത്. പിന്നീട് ആ ഒരു മാസ്ക് ഇട്ട ആളുകളെയും അവർ വെളിപ്പെടുത്തുന്നുണ്ട്. അത് റോഡ്രിക് സ്ട്രോങ്, വാർട്ട്ലോ, മാറ്റ് ടൈവൻ, അതുപോലെ തന്നെ മൈക്ക് ബെനറ്റ്, ദി കിങ്ഡം എന്നറിയപ്പെട്ടിരുന്ന ഫാക്ഷനിലെ അംഗങ്ങളാണ്. എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു ഫേസ് റിവീലൊക്കെ നടത്തി നിൽക്കുന്ന ആ ഒരു സമയത്താണ് പിന്നീട് വാർട്ട്ലോ വന്ന് MJFനെ പവർ ബോംബ് ചെയ്യുന്നതൊക്കെ. അങ്ങനെ അവർ സ്റ്റാൻഡിങ് ടോൾ, അതായത് ദി ഡെവിൽ സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു രീതിയിലാണ് AEWൻ്റെ വേൾഡ്സ് എൻഡ് അവസാനിക്കുന്നത്. മികച്ച ഒരു ട്വിസ്റ്റോട് കൂടിയിട്ടാണ് പേപ്പർ വ്യൂ അവസാനിച്ചത്. കുറേയധികം ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. MJF ടൈറ്റിൽ ഡ്രോപ്പ് ചെയ്തത് അത് ഇഞ്ചുറി മൂലമാണെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. സമോവ ജോയുടെ ടൈറ്റിൽ റൺ ഇനി എങ്ങനെയാണ് അദ്ദേഹത്തിന് സക്സസ്ഫുള്ളായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ ഇനി വരുന്ന ഡൈനാമൈറ്റിലൂടെ കണ്ടു തന്നെ അറിയാം. സമോവ ജോ വേൾഡ് ടൈറ്റിൽ വിജയിച്ചു എന്നുള്ളതിൽ ഉപരി ദി ഡെവിൽ ആദം കോൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.